കർത്താവിൻ്റെ മഹത്വമുള്ള നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഗത്ത് എന്ന സ്ഥലത്ത് വെച്ച് ദാവീദിനെ ഫെലിസ്തർ പിടിക്കുന്ന സമയത്ത് ദൈവത്തോട് പറയുന്ന ദാവീദിൻ്റെ ഒരു അപേക്ഷയാണ്. വിടുതലിനായിട്ടുള്ള സഹായത്തിനായിട്ടുള്ള ദൈവാശ്രയത്തോടു കൂടെയുള്ള ഒരു അപേക്ഷയുടെ രൂപമാണ് ഈ 56-ാം സങ്കീർത്തനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദാവീദ് ആ ദിനങ്ങളിൽ കടന്നുപോയ സങ്കടങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം കടന്നുപോയ വേദനയുടെ സാഹചര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഗത്തിലെ ഫെലിസ്തീർക്ക് മനസ്സിലായില്ല എങ്കിലും ദൈവം അത് കൃത്യമായി അറിയുന്നു, അല്ലെങ്കിൽ ദൈവം അത് കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉഴൽച്ചകൾ എന്ന മലയാള വാക്കിനെ അതിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അലഞ്ഞു തിരിയൽ എന്നാണ് ആ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, അല്ലേ? ഒന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അലച്ചിലുകളില്ലേ, സ്തോത്രം. നമുക്ക് എത്ര തന്നെ ഓടിയിട്ടും എത്ര തന്നെ പ്രവർത്തിച്ചിട്ടും എത്ര തന്നെ അധ്വാനിച്ചിട്ടും ഒരു ക്രമീകരണം വരാതെ പലപ്പോഴും അസ്വസ്ഥതകൾ നേരിടുന്ന ഒരു ജീവിത സാഹചര്യം, അലച്ചിൽ പോലുള്ള, ഇല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാതെയുള്ള ഓട്ടം, അല്ലേ? പ്രതിഫലമില്ലാതെയുള്ള വിഷയങ്ങൾ, അധ്വാനമുണ്ടെങ്കിലും പ്രതിഫലമില്ല. അപ്പോൾ അതൊക്കെ അലച്ചിലിന് സമമാണ്. അപ്പോൾ ഉഴൽച്ചകളാണ് അതൊക്കെ. അപ്പം ഇതെല്ലാം കർത്താവ് കൃത്യമായി അറിയുന്നു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ പടികളെ എണ്ണുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കയറിപ്പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ഓരോ കാലടികളെയും എണ്ണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. 139-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ചിന്തിച്ച്, ആ വാക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൃത്യമായിട്ടൊരു വാക്ക് അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നീ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, ദൈവം എത്രത്തോളമാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? എത്രത്തോളമാണ് നമ്മുടെ ദൈവം ശ്രദ്ധിക്കുന്നത്. അവിടെ പറയുന്ന ആഴം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇതൊക്കെ വായിക്കുന്ന വാക്യങ്ങളാണ്, അല്ലേ? എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ് നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു കുറച്ചുകൂടെ നമ്മൾ സാധാരണ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഹൃദയസ്പന്ദനം പോലും, ഇല്ലെങ്കിൽ നല്ല നമ്മുടെ സ്തോത്രം നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീർഘനിശ്വാസങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലേ? പലപ്പോഴും അതാണ് ദൈവത്തിങ്കലുള്ള നമ്മുടെ ആശ്രയം ആഴമുള്ളതാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അതാണ്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ഉഴൽച്ചകളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മൾ നടന്നു പോകുന്ന വഴികളെ, നമ്മളായിരിക്കുന്ന മേഖലകളെ ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം. ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വന്നേ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അല്ലേ? അതിൻ്റെ അർത്ഥമല്ല സ്തോത്രം. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെ പ്രതി സങ്കടപ്പെടാറുണ്ട്, അല്ലേ? വേദനപ്പെടാറുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുനീരിന് ഫലമുണ്ടോ? നമ്മുടെ വേദനയ്ക്ക് ഫലമുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. ഇവിടെ നമ്മൾ പ്രാർത്ഥനയോടെ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിൻ്റെ സ്തോത്രമല്ലേലൂയ സന്നിധിയിലുള്ള തുരുത്തിയിലേക്ക് അത് വീഴുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ കരയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇരിക്കുന്ന പ്രാർത്ഥന പായിലോ, ഇല്ലെങ്കിൽ നമ്മൾ ഈ നിലത്തോ, ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിലോ ഒക്കെ കണ്ണുനീർ ഒഴുകിപ്പോകാം. പക്ഷേ സ്തോത്രം, അത് ഇവിടെ അതെങ്ങനെ ഒഴുകി അത് ഉണങ്ങിപ്പോകുന്ന നമ്മൾ ചിന്തിക്കുന്നെങ്കിലും, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇത് ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിൻ്റെ തുരുത്തിയിലാക്കി വെക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. മറുപടിയുടെ കരം നിനക്ക് വേണ്ടി ചലിക്കുമ്പോൾ ഇവിടെ വീണ ഓരോ തുള്ളി കണ്ണുനീരിനും നമുക്ക് വേണ്ടി മറുപടിയുടെ കരം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം
കാര്യം മറക്കരുത്. 400 വർഷത്തിലധികം ഇസ്രായേൽ കണ്ണുനീരോടെ, നിലവിളിയോടെ, കരച്ചിലോടെ മിസ്രൈമിൻ്റെ മണ്ണിലായിരുന്നപ്പോൾ 430 വർഷം കഴിഞ്ഞ് അവരുടെ കണ്ണുനീരിൻ്റെ ഫലമായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തിനെ പുറത്തെടുത്തെങ്കിൽ ഇന്ന് സ്തോത്രം പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാവ് 25:8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുകയും കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരിനെ മാറ്റുന്നു. ഇത് പറഞ്ഞ ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അഭിഷക്തനെ, ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമാണത് പറഞ്ഞതെങ്കിൽ കൃത്യമായി ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.